ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാം. അതിനായി 1 കിലോ ചിക്കൻ നുറുക്കി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുരുമുളക്, ഗ്രാമ്പൂ, ഏലക്ക, കറുകപ്പട്ട, പെരിഞ്ചീരകം, 5 ചുള വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. 6 പച്ചമുളക്, ഒരു ചെറിയ സവോള അരിഞ്ഞത്, ലേശം ഉപ്പിട്ട് കൊടുക്കുക. സവോള ഒന്ന് ചെറുതായിട്ട് വരണ്ട് വരട്ടെ. സവാള വരണ്ടതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഗരം മസാല. മുളകിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ചിക്കൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, കരിയാപ്പില. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക. ചിക്കൻ ഒന്ന് കളറ് മാറി വന്ന സമയത്ത് ഒരു ചെറിയ ക്യാരറ്റും ഒരു കിഴങ്ങും കൂടെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ചിരണ്ടി പിഴിഞ്ഞതിൻ്റെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 6 കാഷ്യൂ അരച്ചത് ഒഴിച്ച് കൊടുക്കാം. കാഷ്യൂ ഒഴിച്ച് കൊടുത്തത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് പാലുണ്ട്. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒത്തിരി നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാം. ഒരു 6-7 കാഷ്യൂ നെയ്ക്കകത്ത് വറുത്തത് ചേർത്ത് കൊടുക്കാം. ഒരു ലേശം സബോള വറുത്തത് ചേർക്കുകയാണ്. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി മൂടി തുറന്ന് നോക്കാം. വറുത്തിട്ടതിൻ്റെയും ഗരം മസാലയുടെയും ഒക്കെ നല്ല മണം വന്നുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബ്രെഡ് ഞാൻ ആവി കയറ്റി വെച്ചേക്കണതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റൂവും ബ്രെഡും കൂട്ടി കഴിക്കാം. ബ്രെഡ് ആവി കയറ്റിയതും ചിക്കൻ സ്റ്റൂവും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ.